ഇന്നത്തെ ക്ലാസ് എൻവയോൺമെന്റ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന സെക്ഷനിൽ എൻവയോൺമെന്റ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് എംപ്ലോയബിലിറ്റി സ്കിൽസിന്റെ ഒരു പ്രധാനപ്പെട്ട കണ്ടന്റ് ആണ്. എംപ്ലോയബിലിറ്റി സ്കിൽസ് എന്ന് പറയുന്ന നൈപുണ്യ വികസനത്തിന് വേണ്ടി നമ്മുടെ തൊഴിൽ നൈപുണ്യത്തിന് വേണ്ടിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റഡി കോഴ്സാണ്. സോ നമുക്കറിയാം എൻവയോൺമെന്റ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഇന്ന് ഏതൊരു പഠന മേഖലയിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. പരിസ്ഥിതി പഠനത്തിൽ കൂടി നമുക്കറിയാം ഇനിയുള്ള കാലത്ത് നാം ജീവിക്കുമ്പോൾ തീർച്ചയായിട്ടും പരിസ്ഥിതി പഠനം എന്ന് പറയുന്നത് അങ്ങേയറ്റം പ്രാധാന്യം ഉൾക്കൊള്ളുന്നതാണ്. നമ്മുടെ ലൈഫിലെ ദൈനംദിന ജീവിതത്തിലും നാം കടന്നു പോകുന്ന ഓരോ ദിനരാത്രങ്ങളിലും ഈ പരിസ്ഥിതിക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ടാണ് നാം ജീവിക്കേണ്ടത്. നമുക്കറിയാം നമ്മുടെ ഇന്നത്തെ ക്ലാസ് പ്രധാനമായിട്ടും ഓസോൺ ലെയർ ഡിപ്ലീഷൻ എന്ന് പറയുന്നതാണ്. ഗ്ലോബൽ വാർമിങ്ങിനെ സംബന്ധിക്കുന്ന ഒരു ക്ലാസ് ആണ് ഞാനിപ്പോൾ എടുക്കുന്നത്. ഗ്ലോബൽ വാർമിംഗ്, ആഗോള താപനം എന്ന് പറയുന്നത് വളരെയധികം ശ്രദ്ധ നേടിയിരിക്കുന്ന, ലോകം മാരകമായിട്ട് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്നത്. ആഗോള താപനത്തിന്റെ ഫലമായിട്ട് അന്തരീക്ഷത്തിൽ ചൂട് പിടിക്കുകയും അതുപോലെ തന്നെ പോൾസിലുള്ള മീൻസ് നോർത്ത് പോള്, സൗത്ത് പോൾസിലാണ് നമുക്കറിയാം അന്റാർട്ടിക്ക എന്ന് പറയുന്ന ഭൂഖണ്ഡമുള്ളത്. അന്റാർട്ടിക്കയിലാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഗ്ലേഷ്യേഴ്സും ഐസ് ഡിപ്പോസിറ്റ് ഉള്ള സ്ഥലമാണ് അന്റാർട്ടിക്ക. അന്റാർട്ടിക്കയുടെ മേലെ നമ്മുടെ അന്തരീക്ഷത്തിലുള്ള രണ്ടാമത്തെ ലെയറായിട്ടുള്ള സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോൺ പാളിയുള്ളത്. ആ സ്ട്രാറ്റോസ്ഫിയറിലുള്ള ഓസോൺ പാളിയിൽ 40 കിലോമീറ്റർ ഡയമീറ്റർ ഉള്ള ഒരു വലിയൊരു ഹോളുണ്ട്. ആ ഹോളിൽ കൂടി നമ്മുടെ ഭൂമിയിലേക്ക് മീൻസ് അന്റാർട്ടിക്ക അല്ലെങ്കിൽ ഐസ് ഡിപ്പോസിറ്റിലേക്ക് ഈ UV റേസ് വരികയും അല്ലെങ്കിൽ അന്തരീക്ഷത്തിലുള്ള ആ ഓസോൺ പാളിയിലെ വിള്ളലിൽ കൂടി അനിയന്ത്രിതമായിട്ട് അൾട്രാവയലറ്റ് റേഡിയേഷൻസ് ഭൂമിയിലേക്ക് പതിക്കുകയും അത് നോർത്ത് പോൾസിലുള്ള മീൻസ് അന്റാർട്ടിക്കയിലുള്ള ആ ഐസ് ഡിപ്പോസിറ്റിനെ മെൽറ്റ് ചെയ്ത് അങ്ങനെ സമുദ്ര ജലനിരപ്പ് ഉയർന്ന് അത് നമ്മളെ പ്രതികൂലമായിട്ട് ബാധിക്കുന്ന ഒരു ഘടകമാണ്. നമുക്കറിയാം UV റേസ് നമ്മുടെ ഭൂമിയിലേക്ക് പതിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ഭൂമിയിലുള്ള എല്ലാ വസ്തുക്കൾക്കും, സസ്യ ജന്തു ജീവജാലങ്ങൾക്ക് ഇൻക്ലൂഡിങ് ഹ്യൂമൻ ബീയിങ്സും വരെ വളരെയധികം മാരകമായിട്ട് ബാധിക്കുന്ന ഒരു കാര്യമാണ്. നമുക്കറിയാം ഭൂമിയിലെ സസ്യലതാദികൾ ഈ UV റേസ് പതിച്ചു കഴിഞ്ഞാൽ അവ കരിഞ്ഞുണങ്ങി പോവുകയും കൃഷി സംബന്ധമായിട്ട് നമുക്കറിയാം വളരെയധികം അഗ്രികൾച്ചർ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത്. അതിൽ എക്സ്പെഷ്യലി നമുക്കറിയാം കേരളത്തിൽ ഒരുപാട് കൃഷി ഉപയുക്തമായിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഈ കൃഷിയെ UV റേസ് മാരകമായിട്ട് ബാധിക്കുകയും അങ്ങനെ അവ കരിഞ്ഞുണങ്ങി നശിച്ചു പോവുകയും മറ്റുള്ള ജന്തു ജീവജാലങ്ങൾക്ക് പ്രത്യുൽപാദന ശേഷി മീൻസ് റീപ്രൊഡക്ഷൻ സിസ്റ്റത്തെ വരെ ബാധിക്കുകയും മനുഷ്യന് മാരകമായിട്ടുള്ള സ്കിൻ ക്യാൻസർ വരെ സംഭവിക്കുകയും ചെയ്ത ഒരു കാര്യമാണ് UV റേസ് എന്ന് പറയുന്നത്. അപ്പൊ ഞാനിന്ന് പറയുന്ന പ്രധാനപ്പെട്ട ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഓസോൺ ഡിപ്ലീഷൻ, ഗ്ലോബൽ വാർമിങ്ങിന് കാരണമാകുന്ന ഓസോൺ ഡിപ്ലീഷനെ കുറിച്ചാണ് പറയുന്നത്. സോ ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്ന കണ്ടന്റിലേക്കാണ് ഞാൻ കടക്കുന്നത്. ഗ്ലോബൽ വാർമിംഗ്, ആഗോള താപനം, ഞാൻ പറഞ്ഞു ഇതിന് ഇങ്ങനെയുള്ള പല കാരണങ്ങളാണ്, പല പ്രശ്നങ്ങളാണ് ഗ്ലോബൽ വാർമിംഗ് മുഖേന നാം നേരിടുന്നത്. നമ്മുടെ ഭൂമിയിലെ ഫസ്റ്റ് ലെയർ ആയിട്ടുള്ള ട്രോപ്പോസ്ഫിയർ, നമ്മുടെ ആദ്യത്തെ ലെയർ, ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് ആദ്യത്തെ ലെയർ ആണ് ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്നത്. ഈ ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്നത് ആക്ച്വലി ബയോസ്ഫിയർ ആണ്. ബയോസ്ഫിയർ എന്ന് പറയുന്നത് ജീവമണ്ഡലം എന്ന് പറയുന്നതാണ്. ജീവമണ്ഡലം നമുക്കറിയാം ഈ ട്രോപ്പോസ്ഫിയറിലാണ് ഭൂമിയുടെ ഉപരിതലത്തിലുള്ള അല്ലെങ്കിൽ അന്തരീക്ഷം എന്ന് പറയുന്നത് ട്രോപ്പോസ്ഫിയർ ആണ്. ഈ ട്രോപ്പോസ്ഫിയറിലാണ് നാം ജീവിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള എയർ, അതുപോലെ തന്നെ വാട്ടർ, സോയിൽ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾ വരുന്നത്. എയറിന് നമുക്ക് പറയുന്നത് അറ്റ്മോസ്ഫിയർ എന്ന് പറയും, സോയിലിന് നമ്മൾ പറയുന്നത് ലിത്തോസ്ഫിയർ എന്ന് പറയും, വാട്ടറിന് നമ്മൾ പറയുന്ന ഹൈഡ്രോസ്ഫിയർ എന്ന് പറയും. ഈ 3 കണ്ടന്റും കൂടെ ചേരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ലെയർ ആണ് ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്നത്. സോ ട്രോപ്പോസ്ഫിയർ എന്ന് പറഞ്ഞാൽ ബയോസ്ഫിയർ ആണ്, ജീവമണ്ഡലം എന്നറിയപ്പെടുന്നതാണ്. സോ ഈ മണ്ഡലത്തിൽ നാം ജീവിക്കുമ്പോൾ ഇവിടത്തെ നമുക്കറിയാം ഭൂമിയുടെ ഉപരിതലത്തിൽ ഏറ്റവും കൂടുതലായിട്ട് ഉള്ള ഗ്യാസ് എന്ന് പറയുന്നത് നൈട്രജൻ ആണ്. നൈട്രജൻ എന്ന് പറയുന്നത്
78.02% ഭൂമിയുടെ ഉപരിതലത്തിലുള്ള ഒരു ഗ്യാസ് ആണ് നൈട്രജൻ എന്ന് പറയുന്നത്. രണ്ടാം സ്ഥാനത്തുള്ള ഓക്സിജൻ എന്ന് പറയുന്നത് 20.99% ആണ് ഓക്സിജന്റെ അളവ്. 20.99% ആണ് 99% ആണ് നമ്മുടെ ഓക്സിജന്റെ അളവ്. ഇങ്ങനെ ഓരോരോ ഈ പറഞ്ഞ വാതകങ്ങളെല്ലാം നമ്മുടെ ഉപരിതലത്തിലുള്ളത് ഭൂമിയുടെ ഉപരിതലത്തിലുള്ള ട്രോപ്പോസ്ഫിയറിലാണ്. ട്രോപ്പോസ്ഫിയർ കഴിഞ്ഞ സെക്കൻഡ് ലെയർ ആണ് സ്ട്രാറ്റോസ്ഫിയർ എന്ന് പറയുന്നത്. ഈ സ്ട്രാറ്റോസ്ഫിയറിലാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കുക. ഈ സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോൺ ഗ്യാസ് ഉള്ളത്. ഓസോൺ ഗ്യാസ്, ഓസോൺ പാളിയുള്ളത് ഈ ലെയറിലാണ്. ഇതിന്റെ അടിസ്ഥാനപരമായിട്ട് ട്രോപ്പോസ്ഫിയറിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് ഈ ട്രോപ്പോസ്ഫിയറിന്റെ അന്തരീക്ഷത്തിൽ നമുക്കറിയാം മഴ ലഭിക്കുന്ന ട്രോപ്പോസ്ഫിയറിലാണ്. എല്ലാ തരത്തിലുള്ള ക്ലൈമാറ്റിക് ചേഞ്ചസും വരുന്നത് ട്രോപ്പോസ്ഫിയറിലാണ്. ഈ പറഞ്ഞ കാര്യങ്ങൾ എല്ലാ പ്രതിഭാസം നമ്മുടെ ഭൂമിയുടെ ഉപരിതലത്തിൽ നടക്കുന്ന പ്രധാനപ്പെട്ട എല്ലാ പ്രതിഭാസങ്ങളും ക്ലൈമാറ്റിക് ചേഞ്ചസും നടക്കുന്നത് ട്രോപ്പോസ്ഫിയറിലാണ്. സോ നമ്മുടെ ഗ്ലോബൽ വാർമിംഗ് ഏറ്റവും കൂടുതൽ ഭൂമിയിലേക്ക് അഫക്ട് ചെയ്യുന്നത് ട്രോപ്പോസ്ഫിയറിലാണ്. നമ്മൾ ഇന്ന് ഏറ്റവും പ്രധാനമായിട്ട് അറിയേണ്ട കാര്യം ഗ്ലോബൽ വാർമിംഗ് ഉണ്ടാകാനുള്ള ഒരു കാരണം, ഗ്ലോബൽ വാർമിംഗ് ഉണ്ടാകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഭൂമിയുടെ ഉപരിതലത്തിൽ ഗ്രീൻ ഹൗസ് ഗ്യാസസ് അനിയന്ത്രിതമായിട്ട് വർദ്ധിക്കുന്നതാണ്. ഗ്രീൻ ഹൗസ് ഗ്യാസസിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് CFC. CFCയുടെ മീനിങ് ഫുൾ നെയിം എന്ന് പറയുന്നത് എക്സ്പാൻഷൻ എന്ന് പറയുന്നത് ക്ലോറോ ഫ്ലൂറോ കാർബൺ. രണ്ടാമത്തത് നമുക്കറിയാം കാർബൺ ഡൈ ഓക്സൈഡ്. എങ്ങനെയാണ് ഭൂമിയുടെ ഉപരിതലത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് നമ്മുടെ ട്രോപ്പോസ്ഫിയറിൽ എങ്ങനെ കാർബൺ ഡൈ ഓക്സൈഡ് വർദ്ധിക്കും? കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് നോർമലി കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് ട്രോപ്പോസ്ഫിയറിൽ വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള അളവേ ഉള്ളൂ. കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് 0.03% മാത്രമേ ഉള്ളൂ ട്രോപ്പോസ്ഫിയറിലുള്ളത്. ഈ 0.03% ഉള്ള ഹരിതഗ്രഹ വാതകമായിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡ് അത് 0.1% കൂടിക്കഴിഞ്ഞാൽ, മീൻസ് 0.01% കൂടിക്കഴിഞ്ഞാൽ അത് നമ്മയെല്ലാം നമ്മുടെ ജീവജാലങ്ങളെല്ലാം വളരെ പ്രതികൂലമായിട്ട് ബാധിക്കുന്ന, ഓപ്പോസിറ്റ് ആയിട്ട് ബാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പ്രതിഭാസമാണ്. അങ്ങനെ ഗ്രീൻ ഹൗസ് ഗ്യാസസ് കൂടുമ്പോൾ, ഈ ഗ്രീൻ ഹൗസ് ഗ്യാസസ് കൂടാനുള്ള കാരണം ഏറ്റവും പ്രധാനമായിട്ട് നമുക്കറിയാം CFC ഏറ്റവും കൂടുതലായിട്ട് പുറന്തള്ളുന്നതാണ് റെഫ്രിജറേറ്റർ, അതുപോലെ തന്നെ എയർ കണ്ടീഷണർ. റെഫ്രിജറേറ്ററും എയർ കണ്ടീഷണറിലും അതിന്റെ കൂളന്റ് സബ്സ്റ്റൻസ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഈ പറഞ്ഞ CFC, ക്ലോറോ ഫ്ലൂറോ കാർബൺ. രണ്ടാമത്തത് ഞാൻ പറഞ്ഞു, അടുത്തത് മീഥെയിൻ ഒക്കെ വരുന്നത് കൂടുതൽ എന്താണ് ഫാക്ടറികളിൽ നിന്നും അതുപോലെ തന്നെ എന്താണ് കെമിക്കൽസ് ഒക്കെ പുറന്തള്ളുന്നതിലൂടെ കൂടെയാണ് നമുക്കറിയാം മീഥെയിൻ കൂടുന്നത്. അതുപോലെ തന്നെ നമുക്കറിയാം കാർബൺ ഡൈ ഓക്സൈഡ് കൂടാനുള്ള കാരണം എന്താണെന്ന് നാം വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം. കാർബൺ ഡൈ ഓക്സൈഡ് കൂടാനുള്ള, അന്തരീക്ഷത്തിൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ അത് നമ്മുടെ ഓസോൺ ഗ്ലോബൽ വാർമിങ്ങിനും അത് ഓസോൺ ഡിപ്ലീഷനും കാരണമാകുന്നതാണ്. കാർബൺ ഡൈ ഓക്സൈഡ് കൂടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം കാർബൺ ഡൈ ഓക്സൈഡ് ശ്വസിച്ച് അതുപോലെ തന്നെ ഓക്സിജൻ പുറന്തള്ളുന്നതാണ് നമ്മുടെ സസ്യങ്ങളും അതുപോലെ തന്നെ ട്രീസ്, അതുപോലെ തന്നെ എല്ലാ തരത്തിലുള്ള പ്ലാന്റ്സും. ഈ പ്ലാന്റ്സിന്റെ അളവ് കുറയുമ്പോൾ അല്ലെങ്കിൽ മരങ്ങളുടെയും ചെടികളുടെയും അളവ് കുറയുമ്പോൾ അതുവഴി കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഡിപ്പോസിറ്റ് ഭൂമിയിലേക്ക് കൂടി വരും. അങ്ങനെ മനുഷ്യൻ കൂടുന്നതിനനുസരിച്ച്, മീൻസ് പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ സംഭവിക്കുമ്പോൾ മനുഷ്യൻ ഓക്സിജൻ ശ്വസിച്ച കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളും. ഈ കാർബൺ ഡൈ ഓക്സൈഡ് ചെടികളും മരങ്ങളും വളരെ കുറഞ്ഞ അളവിലാണ് ഇത് അബ്സോർബ് ചെയ്യുമ്പോൾ, അങ്ങനെ വരുന്ന കേസിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഭൂമിയിലേക്ക് വൻതോതിൽ ഡിപ്പോസിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ഈ കാർബൺ ഡൈ ഓക്സൈഡ് അന്തരീക്ഷത്തിലേക്ക് ഉയർന്ന് ഓസോൺ പാളിയിൽ, നമ്മുടെ ഈ സ്ട്രാറ്റോസ്ഫിയറിലുള്ള ഓസോൺ പാളിയിലെ വിള്ളൽ വീഴ്ത്തുകയും അങ്ങനെ ഈ വിള്ളലിൽ കൂടി അൾട്രാ വയലറ്റ് റേഡിയേഷൻ ഭൂമിയിലേക്ക് പതിക്കുകയും അങ്ങനെ നമ്മുടെ ഭൂമിയുടെ ഉപരിതലം ചൂട് പിടിക്കുകയും ചെടികളും അതുപോലെ തന്നെ ജൈവ വൈവിധ്യം നശിക്കുകയും കടലിലെ സമുദ്രത്തിലെ ജലനിരപ്പ് ഉയരാൻ കാരണമാവുകയും ചെയ്യും. സമുദ്രത്തിലെ ജലനിരപ്പ് ഉയരാൻ കാരണമാകുന്നത് ഐസ് ഉരുകിയിട്ടാണ്. ഐസ് ഉരുകുന്നത് നമുക്കറിയാം, അറിയേണ്ട കാര്യമാണ്. അതായത് ഏറ്റവും പ്രധാനമായിട്ട് ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ഐസിന്റെ ഡിപ്പോസിറ്റ് ഉള്ളത് അന്റാർട്ടിക്കയിലാണ്. അങ്ങനെ പോൾസിലുള്ള സൗത്ത് പോളിലുള്ള അന്റാർട്ടിക്കയിലുള്ള ഐസ് ഉരുകിയിട്ടാണ്, ഐസ് ഉരുകി കഴിയുമ്പോൾ അങ്ങനെ സമുദ്ര ജലനിരപ്പ് ഉയരുകയും ആ ജലവിധാനം ഉയരുന്നതിനനുസരിച്ച് എന്താണ് ശുദ്ധജലത്തിലേക്ക് ഈ സമുദ്രജലം, ഉപ്പുജലം കയറുകയും അങ്ങനെ ഭൂമിയിലെ ശുദ്ധജലം മുഴുവൻ നഷ്ടപ്പെടുകയും ചെയ്യും.
ഇങ്ങനെ പലതരത്തിലുള്ള പല പ്രശ്നങ്ങളും നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഓസോൺ ഡിപ്ലീഷൻ എന്ന് പറയുന്നത്. സോ നാം അറിഞ്ഞിരിക്കേണ്ടതാണ്, എൻവയോൺമെന്റ് എഡ്യൂക്കേഷനിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നാം അറിയണം എന്താണ്, നമ്മുടെ പരിസ്ഥിതിയെ നാം സംരക്ഷിക്കണം. വി ഹാവ് ടു പ്രൊട്ടക്ട് അവർ എൻവയോൺമെന്റ്, but very clearly. So we have to protect our environment. So we have to keep our environment correctly. Okay, I'm winding up today's class. Thank you very much. Bye.